നമസ്കാരം. ഏതെങ്കിലും നടീനടന്മാരോട്, കേരളത്തിലെയോ ഇന്ത്യൻ നടീനടന്മാരോടോ യാതൊരുവിധ വൈരാഗ്യവും പ്രത്യേകിച്ച് വേർതിരിവും കാണിക്കാത്ത ഒരാളാണ് ഞാൻ. നന്നായിട്ട് അഭിനയിച്ച സിനിമ അവർ നന്നായിട്ട് അഭിനയിച്ച് നന്നായി എന്ന് പറയും, പോയി കാണും. അതല്ലാതെ ഏതെങ്കിലും പൊട്ട സിനിമകൾക്ക് ഇഷ്ടമുള്ള നടൻ അഭിനയിച്ചതിൻ്റെ പേരിൽ ഞാൻ പോയിട്ട് അതിൽ റൈറ്റ് കൊടുക്കുകയൊന്നുമില്ല. അങ്ങനെയുള്ള ആളുമല്ല. പ്രത്യേകിച്ച് അമിതമായ താരാരാധന ഇല്ല എന്നർത്ഥം. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഒരു വീഡിയോ ഷനൽ ആയങ്കി എന്ന ആളുടെ അഡ്രസ്സോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ കണ്ടത്. അപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നതെന്ന് അറിയും, കേരളം പ്രബുദ്ധത, സാക്ഷരത, നമ്മുടെ എപ്പോഴും പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയുന്ന വിഷയമാണ് നമ്മുടെ കേരളത്തെക്കുറിച്ച്. അപ്പോൾ അതിനൊക്കെ എന്താണ് പറയേണ്ടതൊരു പിടിയില്ല. ഭയങ്കര കഷ്ടം തോന്നുക. കേരളം എന്ന പേർ കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ എന്നൊക്കെ പറയുന്ന വാചകം ഏതെങ്കിലും ഒരാളുടെ വിവരക്കേടുകൊണ്ട് ആ പ്രസ്താവനകളെ അല്ലെങ്കിൽ കവിയുടെ വാചകത്തെ നമുക്ക് പടയെ നിഷേധിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടുള്ളൂ. അതും കൂടി ഞാൻ പറയാം, രണ്ടും പറയാം. ഇവിടെ സംഭവിച്ചത് ഒരു ചെണ്ടമേളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ്, അമ്പലത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ജയറാമിൻ്റെ ശരിക്കും അഭിനേതാവ് എന്താണെന്ന് മനസ്സിലായി, ജയറാം സാറ്. കാരണം അദ്ദേഹം ഒരു സ്ത്രീ വന്നിട്ട് സെൽഫി എടുക്കാൻ നേരത്ത് കാണിച്ച ഭവ്യതയും അദ്ദേഹത്തിൻ്റെ താണു വണങ്ങി നിന്നു കൊടുക്കുന്നതും, ഞൊടിയിടയിൽ വേറൊരു പയ്യൻ, ഒരു കറുത്ത നിറത്തിലൊരു പയ്യൻ, ഹൈറ്റും വെയിറ്റൊന്നും ഇല്ലാത്തൊരു പയ്യൻ വന്നിട്ട് ഒരു സെൽഫി എടുക്കാൻ നേരം അദ്ദേഹം പെട്ടെന്നുണ്ടായ ഭാവപകർച്ചയും അതിനെ തുടർന്നുണ്ടായ ഒരു ജയറാം സാറുടെ സഹായി ആയിരിക്കാം വലിച്ചു മാറ്റുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ നാട്ടുവെളിച്ചത്തിലൂടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തോന്നി. വെറുതെ. കാരണം ഒരു കാര്യവുമില്ല. ഇവിടെ നടക്കും, നടന്നുകൊണ്ടേയിരിക്കും. അത് തെമ്മാടത്തിലാണെങ്കിലും ശരി, നന്മയാണെങ്കിലും ശരി. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ അതിന് ന്യായീകരിക്കാനുണ്ടാവും, കുറേ ആളുകൾ കുറ്റം പറയാനുണ്ടാവും. ഞാൻ മനുഷ്യത്വപരമായിട്ട് പറയട്ടെ, അദ്ദേഹത്തിന് ആ സ്ത്രീക്ക് സെൽഫി എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ആ ഭവ്യതയുടെ 10,000-ൽ 1% പോലും ഭവ്യത കാണിക്കേണ്ടതില്ല. ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഭയങ്കര സന്തോഷമായിരിക്കും. തള്ളി മാറ്റി പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഒരു വിഷമം തോന്നി. ആ വിഷമം ഒന്ന് വീഡിയോ ഇട്ടിട്ടൊന്ന് ഈ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. എല്ലാ നടന്മാരും പലരും ഇങ്ങനെ തന്നെയാണ്. അവർക്കിഷ്ടമുള്ളവർക്കൊക്കെ നിന്ന് കൊടുക്കും, അല്ലാത്തവരൊക്കെ അകറ്റിക്കളയും. ഷനൽ ആയങ്കി എഴുതിയ പോലെ അവൻ്റെ പേരാണ് ആരാധകൻ. ഷനൽ ആയങ്കി, താങ്കളോട് ഈ വീഡിയോയ്ക്ക് കടപ്പാട്.